ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാൻ ശങ്കർ പണിക്കർ, വൈസ് ചെയർമാൻ SIRC ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് അയക്കുന്ന കൊച്ചിയിൽ നിന്നാണ്. ഈ വോയിസ് മെമ്മോ അയക്കുന്നതിന് ഒരു പ്രത്യേകിച്ച് റീസൺ ഉണ്ട്. എൻ്റെ അടുത്ത് ഷബീർ അലി പറയുന്നു, സർ, വൈ ഡോണ്ട് യു ജസ്റ്റ് ഗീവ് us എ സ്മോൾ നോട്ട് ഓൺ the opportunities of the profession and what will be in store in the 1 to 2 years or even more than that. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇറ്റ്സ് വെരി റിലവൻറ്റ്. വൺ ഷുഡ് ഹാവ് ക്ലാരിറ്റി ഇൻ ഓൾ ദ തിങ്സ് ദേ ഡു. Therefore ഞാൻ നിങ്ങൾക്ക് I shall try to convey what is going on in my mind, so that if at all this is giving you some comforts or some ideas, why not? നോക്കൂ, ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുണ്ട്. ഞാൻ പാസ്സായി കഴിയുമ്പോൾ നല്ല ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ജോലി നല്ലത് കിട്ടുമോ, ഈ കോവിഡിൻ്റെ എന്തായിരിക്കും എൻ്റെ അന്ത്യം, എവിടെയായിരിക്കും നമ്മുടെ എക്കോണമി ഇരിക്കുക, ഇതൊക്കെ ആയിരിക്കാം സംശയം. ചിലർക്ക് കാണുമായിരിക്കാം, ചിലർക്ക് കാണില്ലായിരിക്കാം. പക്ഷേ ഞാൻ ഈ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ കോവിഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൊറോണ വൈറസ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന സംഭവം, അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ദർ ഈസ് നോ ലോസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഒരു കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ഫാക്ടറി ബിൽഡിങ്സോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ബിഗർ ട്രബിൾ. or if your life is not there, it would have been a bigger trouble. Whereas ഇവിടെ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, there is a downturn of activity, economic sluggishness, people don't sell goods, people don't buy goods, people don't render service, people don't accept service. Therefore അങ്ങനത്തെ ഒരു sluggishness-ആണ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ what will happen is, people will not think in an emotional way. I'm talking about business persons. അവരെപ്പോഴും റാഷണാലിറ്റി ചിന്തിക്കും. വാട്ട് ഷുഡ് ബി ദ റൈറ്റ് ഡിസിഷൻ, ഹൗ ഇറ്റ് വിൽ ക്രിയേറ്റ് വാല്യൂ, ഒറിജിനൽ തിങ്കിങ്. ഐ യൂസ് ടു ഓൾവേസ് യൂസ് ദ വേർഡ് ഒറിജിനൽ തിങ്കിങ്. നമ്മൾ ചുമ്മാ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നതിന് പകരം നമ്മൾ ഒറിജിനൽ തിങ്കിങ് ചെയ്യേണ്ട കുറേ കാലഘട്ടമാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എവിടെയാണോ വാല്യൂ ക്രിയേഷൻ വരുന്നത്, ആ വാല്യൂ ക്രിയേഷൻ to the ultimate consumer. വാല്യൂ ക്രിയേഷൻ ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമറിനെ മാത്രമേ എല്ലാവരും ഇനി റെക്കഗ്നൈസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ now look at our profession, finance profession, or management accounting profession, or all these things. You are actually walking along with the decision makers. അത് വലിയ കാര്യമാണ്. കാരണം എനിക്കിപ്പോൾ അറിയാവുന്ന ഒരു കഴിഞ്ഞ 3 മാസത്തിൽ 50 പേരെങ്കിലും എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എവ്രി വൺ ഈസ് ഇൻ ട്രബിൾ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സൊല്യൂഷനാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ ടു പുട്ട് ഇൻ ഡിഫറെൻറ്റ് വേ, ദർ ഈസ് നോ ടെംപ്ലേറ്റ് സൊല്യൂഷൻ ഫോർ എവ്രി ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് പാസ്സായി വരുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഷിയർ പഠിത്തം മാത്രമാണോ? ഒരു ക്വാളിഫിക്കേഷൻ, ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണോ? എൻ്റെ അഭിപ്രായത്തിൽ അത് മാത്രം പോരാ. കാരണം നിങ്ങൾ പ്രൊഫഷണലി എക്യുപ്ഡ് ആയിരിക്കണം. ഈ പ്രൊഫഷണലി എക്യുപ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ, യു ഷുഡ് ബി അപ്ഡേറ്റഡ് അബൌട്ട് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഡോണ്ട് ഗെറ്റ് പാനിക്കി. അയ്യോ, ഇതെങ്ങനെ സംഭവിക്കും? അതിൻ്റെ ആവശ്യമില്ല. അത് ഡെയിലി ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ മാറി ചിന്തിച്ച് എന്തെങ്കിലും അപ്ഡേഷന് വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്, GST, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ്, ചാർട്ടേഡ് അക്കൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ്, കമ്പനി സെക്രട്ടറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ് ഒക്കെ നോക്കുക, ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് നോക്കുക. അത് നോക്കുമ്പോൾ അതൊരു ഹാബിറ്റായി മാറും. I adore Shabir for that. Shabir is so proactive. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചില ക്വാളിറ്റീസ് യു ക്യാൻ ഇംബൈബ്. അയാളെ ഷബീറിനെ പൊക്കി പറയുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ദർ ഈസ് ഗുഡ് ഇൻ എവ്രി വൺ. അപ്പോൾ അതിനകത്ത് യു ക്യാൻ ഫോക്കസ് ഓൺ ദാറ്റ്. ആൻഡ് ഷുവർ, ലുക്കിംഗ് ഇൻ ടു ദ പ്രോസ്പെക്ട്സ്, യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇന്ത്യയിൽ 1.39 crores അല്ലെങ്കിൽ 1.4
1.39 ബില്യൺ 139 കോടി ജനങ്ങളുള്ളത്. ഈ 139 കോടി ജനങ്ങളുടെ കൺസംഷൻ ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആണ്. യു ആർ ടോക്കിംഗ് അബൌട്ട് ഗുഡ് മാനുഫാക്ചറിങ്, ഗുഡ് അഗ്രികൾച്ചർ, ഗുഡ് സർവീസ്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യക്കാരുടെ സംഭവം, റിക്വയർമെൻറ്റ് നമുക്കിവിടെ നിന്ന് കേറ്റർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ. ഇപ്പോൾ എനിക്കറിയാവുന്ന 2-3 കാര്യങ്ങൾ പറയാം. ഇന്നത്തെ പത്രത്തിൽ വന്നതാണ്. BSNL പറഞ്ഞു നിങ്ങൾ 4Gയിൽ പോവുകയാണെങ്കിൽ ഇന്ത്യൻ പാർട്സ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, ചൈനീസ് എടുക്കരുത്. അല്ലെങ്കിൽ ഇന്ന് ഏതോ ഒരു വർക്ക്, ഐ ഫൊഗോട്ട് ദ നെയിം, ചൈനീസിനെ നമ്മൾ മാറ്റി വെച്ചു. അവരോട് പറയുന്നു നിങ്ങൾ തൽക്കാലം നിർത്തുക, ദർ ഇസ് നോ പ്രോഗ്രസ്. ഞാൻ ഇവിടെ ചൈന നല്ലതാണോ, ചൈന നിർത്തണോ എന്നുള്ളതല്ല എൻ്റെ ഡിസ്കഷൻ. എൻ്റെ ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള കമ്പനീസ് വിൽ ബാക്ക് ദാറ്റ് വർക്ക്. ആ ബാഗിങ് ദാറ്റ് വർക്ക് വിൽ ഗീവ് യു മോർ ഓപ്പർച്യൂണിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ്റെ ചുറ്റുവട്ടത്തും അതിന് ആൻസിലറി യൂണിറ്റ്സ് ഉണ്ടാവും. ഈ ആൻസിലറി യൂണിറ്റ്സിൽ പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ ക്യാൻ ക്രിയേറ്റ് ലോട്ട് ഓഫ് വാല്യൂ. It can be as simple as, controls in the inventory, controls in the purchase process, controls in the, budgeting, MIS, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ചെയ്യാനും നിങ്ങൾക്ക് കോൺഫിഡൻസ് വരണമെങ്കിൽ യു ഷുഡ് ഹാവ് ബേസിക് സം ട്രെയിനിങ്, സം ഹെൽപ്പ്, സം ഗൈഡൻസ്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡോണ്ട് ഷൈ അവേ ഫ്രം ടേക്കിംഗ് സം ട്രെയിനിങ്. ഒരു നല്ല സീനിയറിൻ്റെ കൂടെ വർക്ക് ചെയ്ത്, ഈവൺ ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് പെയ്ഡ് റീസണബിളി വെൽ, ഡോണ്ട് വറി. ഒരു വർഷമെങ്കിലും ഒരാളുടെ കൂടെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ബേസിക്സ് മനസ്സിലാക്കി കഴിഞ്ഞ് അതിനൊരു വർഷം നിങ്ങൾ മെച്യൂർ ചെയ്യാൻ കൊടുത്തിട്ട് ദെൻ യു ടേക്ക് അപ്പ് അസൈൻമെൻറ്റ്സ്. വെൻ യു ലുക്കിംഗ് അറ്റ് എ കരിയർ ഓഫ് 60 to 40 to 50 years, ദിസ് 1 year is nothing. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സമയമൊക്കെ പെട്ടെന്ന് പോവും, ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും വരും. ഞാൻ 2007 കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസ് തുടക്കുമ്പോൾ ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻറ്റിന് എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കോളൂ. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഏരിയാസിൽ അവന്യൂസ് ഉണ്ട്. അവന്യൂസ് തന്നെയുണ്ട് ഒരു 100-150 ഏരിയാസ്. ദാറ്റ് ക്യാൻ ബി ടേക്കൺ അപ്പ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആസ് വെൽ. പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നോട്ട് ബിക്കോസ് ദേ ഡോണ്ട് നോ, ദേ ഡോണ്ട് ഹാവ് ടൈം. കോസ്റ്റ് അക്കൗണ്ടൻസ് ചെയ്യുന്നില്ല, ദേ ഡോണ്ട് നോ, ദേ ഡോണ്ട് ഹാവ് ടൈം, ഓർ ദേ ആർ ഫോക്കസിങ് സംതിങ് എൽസ്. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പിനെ അവർ വലുതാണ് ഇവർ വലുതാണ് എന്നൊന്നും പറയാതെ നിൽക്കാതെ, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറീസ് തമ്മിൽ കമ്പയർ ചെയ്യാതെ യു ഷുഡ് ആക്ച്വലി വർക്ക് ടുഗെദർ. യു ഷുഡ് എന്നോട് പറയുകയാണെങ്കിൽ ഒരു കോ വാല്യൂ ക്രിയേഷൻ. അവരും നിങ്ങളും നമ്മളും എല്ലാവരും കൂടെ നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഏരിയാസിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അപ്പോൾ ഈ സ്പെഷ്യലൈസേഷൻ ഫോക്കസ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ബേസിക്സ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ജനറൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, you should know basics of accounting, you should know basics of appreciating a financial statement, you should know basics of auditing, you should know basics of law, you should know how to interpret a financial ratio analysis. നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കമ്പനി എങ്ങോട്ടാണ് പോണേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ഏരിയ ചൂസ് ചെയ്യാൻ പറ്റും. Be it costing, be it finance, be it purchase, be it insolvency, be it GST, എനിത്തിങ്. അത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ബേസിക്സ് അറിയാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ചിലവർക്ക് ഇൻ്റർവ്യൂവിന് പെർഫോമൻസ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ ഇത് ഓവർനൈറ്റായിട്ട് വരില്ല. ദാറ്റ് ഈസ് വൈ ഐ എം ട്രൈങ് ടു കൺവേ അറ്റ്ലീസ്റ്റ് സ്പെൻഡ് ഹാഫ് ആൻ അവർ ടു 45 minutes ഇൻ അപ്ഡേറ്റിംഗ് യുവർ സെൽഫ്. ഇപ്പോൾ എക്സാമിനേഷൻ ഫേസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഡോണ്ട് വറി, യു ക്യാൻ ഓൾവേസ് സ്റ്റിൽ സ്പെൻഡ് 45 minutes. അത് നിങ്ങൾക്ക് വരുന്ന എക്സാമിനേഷനും ഗുണം ചെയ്യും. എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് നിങ്ങൾ അപ്ഡേറ്റഡ് ആവുക. ദോസ് ഹു ആർ അപ്പിയറിംഗ് ഫോർ
intermediate or final, take up taxation. Nothing stops you from that. അങ്ങനെ അനലിറ്റിക്കലായിട്ട് പോവുക. പിന്നെ ഞാൻ കണ്ടുവരുന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ആ പോയിൻറ്റും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം, അല്ലെങ്കിൽ വേറെ ദിവസം പിന്നീടും വരാം. ഇൻ്റർവ്യൂ മാനേജ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ കമ്പനിയുടെ ബോർഡിലൊക്കെ ഇരുന്ന് ഇൻ്റർവ്യൂ ഒക്കെ കേട്ടിട്ടുണ്ട്. ഒന്ന് വി വിൽ ഹാവ്, ഓഫ് കോഴ്സ് വി നീഡ് ടു ഹാവ് സോഫ്റ്റ് സ്കിൽ. എങ്ങനെയാണത് പ്രസൻറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ഒരു വോയിസ് മെമ്മോയിൽ കൂടെ പറഞ്ഞു തരാൻ പറ്റത്തില്ല. ബട്ട് വാട്ട് ലിറ്റിൽ ഐ നോ ഇസ്, നമുക്ക് ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ചോദിക്കുന്ന ചോദ്യത്തിനായിരിക്കണം ഉത്തരം പറയുക. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ഇല്ല. ഈ പ്രിപ്പറേഷൻ ഇല്ലായ്മ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗൈഡൻസ് ഇല്ല. അപ്പോൾ എങ്ങനെ പോകണം, എങ്ങനെ പോകണം, എങ്ങനെ ചോദിക്കണം. അപ്പോൾ ദീസ് ആർ ഓൾ തിങ്സ് വിച്ച് യു ഷുഡ് ഹാവ് ക്ലിയർ തിങ്. സോ ഓക്കെ, എനിക്ക് ഇത്രയും ബേസിക്സ് അറിഞ്ഞിരിക്കണം. ഞാൻ അതിൽ നിന്ന് ഞാനൊരു ബിൽഡപ്പ് ചെയ്യും. ഒരു വർഷത്തിനുള്ളിൽ ഞാനൊരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ ഐ വിൽ ബിൽഡ് ഓൺ ഫ്രം ദാറ്റ്. അപ്പോൾ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസോടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ 2-3 കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ബട്ട് വൺ തിങ് ലെറ്റ് മീ ടെൽ യു, ഇതൊരു ക്ലീഷേ സ്റ്റേറ്റ്മെൻ്റ് അല്ല പറയുന്നത്. വി ആർ ഇൻ an amazing place like India where the opportunity is ever growing. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുകയാണ്. നമുക്ക് സിറ്റുവേഷൻ ഈസ് സച്ച് ദാറ്റ് ദർ ഇസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. അഗ്രികൾച്ചർ, ആ ഏരിയാസിലൊന്നും ആരും തൊട്ടിട്ടില്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളും അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. മൈക്രോ ഫൈനാൻസിങ് കമ്പനീസ്, ഓക്കെ, ലോഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഏരിയ സെലക്ട് ചെയ്യണം. ഫോർ യുവർ ഇൻഫർമേഷൻ, ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് ഐ ആം ഗോയിങ് ടു ഡു പ്രാക്ടീസ് ഇൻ കൊച്ചിൻ. അത് ഐ ഇനീഷ്യലി തോട്ട് ഐ വിൽ ബി ഡൂയിങ് ചാർട്ടേഡ് അക്കൗണ്ടിങ് ആണെന്ന് വിചാരിച്ചു. ഐ ചേസ്ഡ് സോർട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കുറേ പഠിച്ചു. അപ്പോഴത്തേക്കും കോസ്റ്റ് അക്കൗണ്ടൻസി പാസ്സായി. ആ ലൈനിലോട്ട് ഞാൻ മാറിപ്പോയി. ഞാൻ 10 വർഷം വർക്ക് ചെയ്തു. എന്നിട്ടാണ് ഞാൻ പ്രാക്ടീസിന് തുടങ്ങിയത്. ബിലീവ് മീ ഫ്രണ്ട്സ്, എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു give some solution. I am not saying we were able to crack the cracks. എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഒക്കെ ചോദിച്ചാൽ ടക്കനെ നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് അതിൻ്റെ ഒരു ബ്രേക്ക് ചെയ്യാൻ പറ്റും. we were very most of the 100% of the cases we were able to give a solution because നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അത് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? there is nothing like you should have patience. there is nothing like experience. ക്വാളിഫിക്കേഷൻ മാത്രം പോരാ. അപ്പോൾ എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസിന് പേഷ്യൻസ് വേണം. ആരും ഓവർനൈറ്റ് കൊണ്ട് സക്സസ്ഫുൾ ആയിട്ടില്ല. യു ടേക്ക് എനിബഡി ഹൂ ഈസ് സക്സസ്ഫുൾ, ഫോർഗെറ്റ് അബൌട്ട് ശങ്കർ പണിക്കർ, എനിബഡി ഹൂ ഈസ് സക്സസ്ഫുൾ, അവരൊക്കെ അവരുടേതായ ഏരിയയിൽ ശരിക്കും സ്ലോഗ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് വറി ഓൺ സച്ച് തിങ്സ്. നൗ യു ഷുഡ് ഹാവ് പ്രയോറിറ്റി ടു ക്വാളിഫൈ ചെയ്യുമ്പോൾ ചുമ്മാ ക്വാളിഫൈ ചെയ്താൽ പോരാ, എക്സ്പീരിയൻസും വേണം, ട്രെയിനിങ്ങും നിങ്ങൾ ഗ്രാബ് ചെയ്യണം ഓപ്പർച്യൂണിറ്റീസ്. ഐ വാസ് ഓൾവേസ് വണ്ടറിങ് ഇന്ത്യയിൽ ഇപ്പോഴാണ് ഞാൻ ക്വാളിഫൈ ചെയ്യുന്നതും ഇത്ര ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ പോലെ അല്ല. ഇപ്പോൾ ഞാൻ അബൌട്ട് 25 years പാസ്സായിട്ട്. അപ്പോൾ അന്നത്തെ പോലെ അല്ല ഇന്ന് നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റിയാണ്. അന്ന് എനിക്ക് കിട്ടിയപ്പോഴത്തേക്കും ഫസ്റ്റ് ജോലി കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കയറി. ഇന്ന് എനിക്ക് ചോയ്സ് ഇല്ല. ഓക്കെ, അന്ന് എനിക്ക് ചോയ്സ് ഇല്ല, ഇന്ന് ചോയ്സ് ഉണ്ട്. എനിവേ, വാട്ട് വി വിൽ ഡു ഈസ് കീപ് അവർ സെൽസ് engaged in certain value additions, some updations, and don't fret, don't worry about time, be patient. India is going to really bounce back. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ 139 crores of people and is a developing economy. അപ്പോൾ ഇവിടെ ആൾക്കാർ കൊണ്ടുവന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ
ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമുക്ക് ഓപ്പർച്യൂണിറ്റി വരും. ആ സമയത്ത് എനിക്ക് വിവരമില്ല എന്ന് മാത്രം നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നാൽ മതി. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഐ വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് ടു യു frequently. Thank you, Shabi, for giving me this opportunity. Thank you.